ഭക്തന്മാരിൽ 100% അർത്ഥന്മാരാണ്. ഉണ്ടാകും. രണ്ടാമത്തെ ജിജ്ഞാസുവാണ്. നിരന്തരം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ്, എന്തിനാണ് ഇങ്ങനെ? ജ്ഞാനം ഉറക്കാതെ. മൂന്നാമത്തവൻ അർത്ഥാർത്ഥിയാണ്. അയ്യപ്പനെ കച്ചവടത്തിന് കൂട്ടി. വിജയ് മല്യ അയ്യപ്പനെ കച്ചവടത്തിന് ഷോറുട്ടി. അങ്ങനെ ലാഭത്തിന് ഇത്ര ശതമാനം അയ്യപ്പന് കൊടുക്കാമെന്ന് എഗ്രിമെന്റ് അയ്യപ്പനുമായിട്ട് അയാൾ ഉണ്ടാക്കി. മുദ്ര പേപ്പറിലല്ല കേട്ടോ, ഭഗവാൻ എഴുതുന്ന മുദ്ര പേപ്പർ. അങ്ങനെയാണ് 30 കിലോ സ്വർണത്തിന്റെ പാലി അവിടെ കൊണ്ട് അതിപ്പോ തിരുവപ്പന്നായി മാറി എന്നാണ് പറയുന്നത്. നോക്കൂ, ദേവസ്വം, ദേവന്റെ സ്വത്ത്, ദേവന്റെ സത്വം, ഇത് രണ്ടും സംരക്ഷിക്കാൻ വേണ്ടി രാജഭരണം പോയപ്പോ ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുത്ത സർക്കാരിന്റെ കയ്യിൽ 10,000 ഏക്കർ ഭൂമിയും പൊന്നും പവിഴവും തിരുവാഭരണവും എല്ലാം ഏൽപ്പിച്ചു. ദേവസ്വം ബോർഡ് വന്ന ക്ഷേത്രങ്ങൾ തിരുവാഭരണം കൊണ്ട് വരച്ചു നോക്കുന്നത്. ഇതൊക്കെ പൊന്നാണോ ഇപ്പോ മുക്കാണോ എന്ന്. 30 കിലോ സ്വർണം എന്ന് പറഞ്ഞാൽ 1 കിലോ സ്വർണം എത്ര പവനാണ്? നിങ്ങൾ കൂട്ടിയൊരു കേട്ടോ. എന്തായാലും 3600ഓളം പവനാണ് അവിടെ പൂശിയത്. സ്വർണം പൂശിയതല്ല, സ്വർണത്തിന്റെ കാവികളായിരുന്നു. ഇതിപ്പോ ഒരു പോറ്റിയുടെ തലയിൽ ഇട്ടിരിക്കുകയാണ്. അന്വേഷണങ്ങൾ വരട്ടെ, സത്യസന്ധമായ അന്വേഷണം വേണ്ട. കാരണം ഹിന്ദുവിന്റെ മുതലാളികളെ നമ്മൾ കമ്മ്യൂണിസ്റ്റുകാരോ കോൺഗ്രസ്സുകാരോ BJP-കാരായിരിക്കാം, നമ്മൾ NSS-ലോ SNDP-ലോ മഹാസഭയിലോ പ്രവർത്തിക്കാം. പക്ഷെ നമ്മളല്ല മതമെന്ന കോളത്തിൽ ഹിന്ദു എന്ന് പൂരിപ്പിച്ചുവെങ്കിൽ അയ്യപ്പന്റെ സ്വർണം എവിടെ പോയി എന്നതിന്റെ ഉത്തരം നമ്മുടെ മുന്നിൽ ബോധിപ്പിക്കുവാൻ ഈ സർക്കാരിന് ഏത് സർക്കാരിനും ബാധ്യതയുണ്ട്.